ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ തദ്ദേശവാസികൾക്ക് നിസ്തുല്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിലുള്ള സ്നേഹവന്ദനം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. പ്രിയരെ, ഈ വൈകിയ വേളയിൽ അനുഗ്രഹീതമായ ഒരു ഗാനം കേൾക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്കിടയായി തീർന്നു. ഈ മനോഹരമായ ദേശത്തേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്കിടയായി തീർന്നത് സർവശക്തനായ ദൈവത്തിന്റെ കൃപ. ഈ പകൽക്കാലം ഈ ദേശത്ത് നിന്നുകൊണ്ട് ജീവിക്കുന്നവനായ കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ മഹാകൃപ. കാരണം ഒരു നാളിൽ പാപത്തിനടിമപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും പുകയിലയ്ക്കും പുകയിലേതര ഉൽപ്പന്നങ്ങൾക്കും അടിമപ്പെട്ട് ലോക പാപത്തെ പച്ചവെള്ളം പോലെ ചവച്ചു കുടിച്ചുകൊണ്ട് ലോകപ്രകാരം ജീവിച്ച വ്യക്തി ജീവിതങ്ങളായിരിക്കുന്നു ഈ നിൽക്കുന്നവരിൽ ഞങ്ങൾ അധികം പേരും. അവരുടെ കൈകളിൽ ഈ മൈക്രോഫോൺ കൈമാറുകയാണെങ്കിൽ ഒരു ദിവസം പോയിട്ട് ഒരാഴ്ച പോയിട്ട് അവരുടെ ആയുസ് മുഴുവനും വിളിച്ചു പറഞ്ഞാൽ ഈ യേശു അവരെ സ്നേഹിച്ചതായ സ്നേഹത്തിന്റെ ആഴം തീരുകയില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള സമപ്രായക്കാർ കൂടിയവരും കുറഞ്ഞവരുമായി മനോഹരമായ ദേശത്തു നിന്ന് വിട്ടുമാറിയപ്പോൾ ഞങ്ങളും അപ്രകാരം മണ്ണിനടിമയായി തീരേണ്ട സ്ഥാനത്ത്, കത്തിക്കടിമയായി തീരേണ്ട സ്ഥാനത്ത്, മദ്യപിച്ച് വാഹനമോടിച്ച് റോഡ് അപകടങ്ങളിൽ പെടേണ്ട സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ വൈകിയ വേളയിൽ കർത്താവിന്റെ മഹാകൃപ. അതാണ് ഇന്ന് പകൽക്കാലം വർണ്ണിച്ചുകൊണ്ട് ദൈവദാസനിലൂടെ അനുഗ്രഹീതമായ ഗാനമായി നിങ്ങൾക്ക് കേൾക്കുവാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ കേരളത്തിന്റെ 14 ജില്ലയിലും കടന്നുപോയി മാന്യമിത്രമേ, ഈ മഹാവിപത്ത് താങ്കൾ ഉപയോഗിക്കരുതേ, ഇതിൽ നിന്ന് പിന്മാറുക എന്നുള്ള ആഹ്വാനവുമായിട്ടാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന മാന്യമിത്രമേ, മദ്യത്തിന്റെ വിപത്തുകളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ബോധവാന്മാരാണ്. കാരണമെന്ന് പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയുടെ, സെൻട്രൽ ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ മുന്നറിയിപ്പുണ്ട് മദ്യം താങ്കൾക്ക് ദോഷകരമാണ് എന്ന്. താങ്കളുടെ ആരോഗ്യത്തെ അത് കാർന്നു തിന്നുമെന്നും അപ്രകാരം താങ്കളുടെ കുടുംബജീവിതത്തിന്റെ ബഡ്ജറ്റ് മുഴുവനും അത് തകർക്കുമെന്നും അപ്രകാരം തന്നെ മനോഹരമായ ദേശത്ത് താങ്കൾ ആയുസ്സോടെ ജീവിച്ചിരിപ്പാനായി ദൈവം തന്നിട്ടുള്ള ആയുസ് അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് താങ്കൾ ഈ ലോകത്ത് നിന്ന് രോഗിയായി മാറ്റപ്പെടുമെന്നുള്ളതൊക്കെ മദ്യത്തിന്റെ ദൂഷ്യഫലമാണ്. എന്തിനു പറയുന്നു? നിസ്സാരമായി കണ്ടുകൊണ്ട് നാം വലിച്ചെറിയുന്നതായ പുകയിലേതര ഉൽപ്പന്നങ്ങളും എന്ന് പറഞ്ഞാൽ ഏകദേശം 4500-ലധികം മാരകമായ രോഗാണുക്കളെ വഹിക്കുന്നതായ മാരകമായ കീടനാശിനിയാണ്. ഈ പകൽക്കാലം ഇതിന്റെ ഇത്ര വലിയ വിപത്തുകളെ കുറിച്ച് വിളിച്ചു പറയുന്നതിന്റെ പിന്നിലുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഒരു നാളിൽ ഞങ്ങൾ ഇതിനടിമകളായിരുന്നു. ഈ നിൽക്കുന്ന ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കൾക്ക് ഞങ്ങളെ നിയന്ത്രിപ്പാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനു പറയുന്നു? ഞങ്ങളെ വളർത്തി പഠിപ്പിച്ചതായ സ്കൂളുകൾക്കോ അധ്യാപകർക്കോ ഇതിന് സാധിച്ചിട്ടില്ല. എന്തിന് ചുറ്റുവട്ടങ്ങൾക്ക് ഇതിന് സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്രകാരം റോഡ് സൈഡുകളിലും പുഴവക്കുകളിലും നിന്നുകൊണ്ട് അനുഗ്രഹീതരായ കർത്താവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരേ ഒരു നാമമെന്ന്. ഇത് കേൾക്കുക മാത്രമല്ല, ഇത് വാസ്തവമാണോ എന്നറിയുവാൻ ഞങ്ങളൊന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ഹൃദയത്തെ ചിന്തിച്ചതിന്റെ ഫലമായിട്ട് അല്പസമയത്തെ വേറിട്ട സമയത്തിനുള്ളിൽ ഞങ്ങളോട് സംസാരിക്കുന്നതായ ഒരു ദൈവം ഈ പകൽക്കാലം പറയട്ടെ, ഞങ്ങൾ ഉയർത്തുവാൻ പോകുന്നത് മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അതുപോലെ തന്നെ സമുന്നതനായ വ്യക്തികളെ കുറിച്ചോ ഒന്നുമല്ല. മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ സമത്വമായിരുന്ന സാക്ഷാൽ ദൈവമായിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഈ പകൽക്കാലം ഞങ്ങൾ ഉയർത്തുവാൻ പോകുന്നത്. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിപ്പാൻ കടന്നു വരുന്ന ലോകത്തിന്റെ രക്ഷിതാവാകുന്ന കർത്താവായ യേശു ക്രിസ്തു ഒരേ ഒരു വ്യക്തി മാത്രമാകയാലാണ് ഈ പകൽക്കാലം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, യേശു ക്രിസ്തുവിന്റെ പേരിന്റെ ഒന്നാമത്തെ പ്രത്യേകത ദൈവം നമ്മോടുകൂടെ. ഈ പകൽക്കാലം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തെ അന്വേഷിച്ച് നാം അനേക തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നു, പൂജാതി മറ്റ് കർമ്മങ്ങൾ അനേകം നടത്തുന്നു. ഇതിലുപരി എന്തിനു പറയുന്നു? വിവിധ തരങ്ങളിലുള്ള ദണ്ഡനങ്ങൾ ഏൽക്കുന്നു, സാമ്പത്തികം ചെലവഴിക്കുന്നു, ആരോഗ്യം ചെലവഴിക്കുന്നു, സമയം ചെലവഴിക്കുന്നു. ഇതാ ഒരുവൻ നിന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നു, സകല ഭൂസിവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി
നോക്കി രക്ഷ പ്രാപിപ്പീനെന്ന്. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഞാൻ ഓർമ്മിപ്പിച്ച ദൈവം നമ്മോടുകൂടെ. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്രകാരം ജനിച്ച ഒരു വ്യക്തി 33 തിരുവയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും തന്നെ അനുഗമിച്ച അനുയായികളോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന്. ഒരു വ്യക്തിയുടെ നിസ്തുല്യത മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ പാപരഹിതമായ ജീവിതം. രണ്ട്, ആ വ്യക്തിയിൽ മനുഷ്യനുള്ള സ്വീകാര്യത. ഭൂലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും എന്തിനു പറയുന്നു, നരഭോജികളെ നരസ്നേഹികളാക്കുന്ന ഉത്തമ രൂപാന്തരം വരുത്തുന്ന സുവിശേഷം. രണ്ടാമത് ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് പാപരഹിതമായ ജീവിതം. ഇതിന് രണ്ടും ഒരുമിച്ച് നിസ്സീമമായ അളവിൽ ചേർന്ന ഒരു വ്യക്തിയെ ഉണ്ടായെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമായിരുന്നു. 33 തിരുവയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടും പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയായിക്കൊണ്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്നുള്ള വാഗ്ദത്തം നിറവേറ്റിക്കൊണ്ട് 33 തിരുവയസ്സിൽ 5 കള്ളന്മാരാൽ 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി വിസ്തരിക്കപ്പെടുകയുണ്ടായി യേശു ക്രിസ്തു. 5 കോടതി 7 പ്രാവശ്യം മാറി വിസ്തരിക്കപ്പെട്ടിട്ടും അവൻ നീതിമാനെന്ന് മാത്രം വിധിക്കുവാൻ നിസ്തുല്യനായ വ്യക്തി, പാപരഹിതമായ ജീവിതം നയിച്ചവൻ, പ്രവാചകന്മാരുടെ അരുളപ്പാടിൻ പ്രകാരം ജനിച്ച വ്യക്തി ഇതാ കാൽവറി ക്രൂശിൽ മരിക്കുന്നു. ഈ വയ്യവേളയിൽ എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ഇത്ര പരിപാവനതയുള്ള ഇത്ര നിസ്സീമമായ വ്യക്തി എന്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു? ഈ സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, എന്റെ കരങ്ങൾ കൊണ്ട് താങ്കളുടെ കരങ്ങൾ കൊണ്ട് താങ്കൾ ചെയ്തതായ മഹാപാപത്തിന്റെ അപരാധത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിൽ ആണികൾ അടിക്കപ്പെട്ടത്. അപ്രകാരം തന്നെ എന്റെ തലമണ്ട കൊണ്ട് ഞാൻ ചിന്തിച്ചു കൂട്ടിയതായ മഹാപാപത്തിന്റെ രാജത്വത്തിന് വേണ്ടിയാണ് കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം അണിയേണ്ടതായി വന്നത്. അപ്രകാരം തന്നെ എന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചതായ മഹാപാപത്തിന് വേണ്ടിയായിരുന്നു ശതാധിപന്റെ കുന്തമുനകളാൽ യേശു ക്രിസ്തുവിന്റെ ഹൃദയം കുത്തി തുളയ്ക്കപ്പെട്ടത്. തന്റെ തങ്കമേനിയാകുന്ന മേനികൾ ഉടവുചാലുപോലെ കീറപ്പെട്ടു എന്ന് വിശുദ്ധ വേദപുസ്തക ലിഖിതങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. എന്തിനു പറയുന്നു? തങ്കമായ കാൽകരങ്ങൾ നമുക്ക് വേണ്ടി ആണിയെടുപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഈ പകൽക്കാലം ഇത് വിവരിക്കുന്നത് എന്തിനു വേണ്ടി? എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ഈ യേശു ക്രിസ്തു ഇത്ര നിരപരാധിയായിരുന്നിട്ടും ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ടു എങ്കിൽ താങ്കളെയും എന്നെയും കാൽവറി ക്രൂശിലൂടെ നേടുവാനായിട്ട് പിതാവായ ദൈവോമനപുത്രനെ കൈവടിഞ്ഞുകൊണ്ട് പകരം ആ കരങ്ങൾ എന്നെയും താങ്കളെയും പിടിച്ചതിന്റെ ഫലമായിട്ടാണ് ക്രൂശ് മരണത്തിന് യേശു ക്രിസ്തു വിധിക്കപ്പെട്ടത്. ഈ പകൽക്കാലം ഞങ്ങൾ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഈ ക്രൂശ് മരണത്തിന് യേശു ക്രിസ്തുവിനെ വിധിച്ചു കഴിഞ്ഞപ്പോൾ 5 കോടതി 7 പ്രാവശ്യം മാറി വിസ്തരിച്ചു. അവൻ നീതിമാൻ എന്ന് വിളിച്ചു. എന്തിന്? ക്രൂശ് മരണത്തിനോ ചമ്മട്ടിക്കോ പ്രകരത്തിനോ ഒന്നും തന്നെ അവൻ യോഗ്യനല്ല, അവൻ പൂർണ്ണ നിരപരാധിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് യേശു ക്രൂശ് മരണത്തിന് വിധിക്കപ്പെടുകയുണ്ടായി. എന്തിനു പറയുന്നു? യേശുവിന്റെ ജനനത്തിങ്കലുള്ളത്, യേശുവിന്റെ ജീവിതത്തിങ്കലുള്ളത് പ്രവാചകന്മാരുടെ അരുളപ്പാടുകൾ പൂർത്തിയാക്കിക്കൊണ്ട് 5 കോടതി 7 പ്രാവശ്യം മാറി വിസ്തരിക്കപ്പെട്ടു. എന്തിനു പറയുന്നു? ഈ രാത്രിയുടെ യാമങ്ങളിൽ വിസ്തരിക്കപ്പെട്ടതായ 2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യത്തിന് എതിരായി പ്രവർത്തിച്ച ഒരു വ്യക്തി. രണ്ടാമത് ഒരേ ഒരു വ്യക്തി മാത്രം രാത്രിയുടെ യാമങ്ങളിൽ വിസ്തരിക്കപ്പെട്ടു. അത് നീതിമാനും നിസ്തുലനുമായ എന്റെ പ്രാണസ്നേഹിതനാകുന്ന കർത്താവിന് വേണ്ടിയായിരുന്നു. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു താൻ ജീവനോടെ ഇരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൽ ഞാൻ 3 നാളുകൊണ്ട് ഇതിനെ പണിയുമെന്ന് അരളി ചെയ്തതുപോലെ റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രകൾക്കോ അധികാര ഗോത്രങ്ങളുടെ കല്ലറകളുടെ ഉറപ്പുകൾക്കോ എന്തിനു പറയുന്നു, അതിനപ്പുറമായി പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സാഹചര്യങ്ങൾക്കും തന്നെ തടസ്സം ചെയ്യുവാൻ കഴിയാതെ വണ്ണം യേശു ക്രിസ്തു രാത്രിയുടെ 3-ാം യാമത്തിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ചതായ ശിഷ്യന്മാരോട്, തന്നെ അനുഗമിച്ചതായ പടയാളികളോട് ഇപ്രകാരം പറയുകയുണ്ടായി. ഈ വയ്യവേളയിൽ ഇത് വിളിച്ചു പറയുന്നതിന്റെ മൊത്തത്തിലുള്ള ആകത്തുക അതിനുവേണ്ടി മാത്രമാണ്. യേശു ക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ കർത്താവ് വീണ്ടും രാജാതിരാജാവും കർത്താവുമായി മധ്യാകാശത്തിൽ തന്റെ പ്രിയന്മേ പ്രത്യാശ വച്ചിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ ഈ കർത്താവ് വേഗം വരുന്നു. ഈ പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശവും അതേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവാഗതമായിരിക്കുന്നു. ഈ വൈകിയവേളയിലെ ഈ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ താങ്കൾ തയ്യാറാണോ? വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം യേശുവിനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കൊരു ശിക്ഷാവിധിയുമില്ല. ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയത്
ലോകത്തെ യേശുക്രിസ്തുവിനാൽ ശിക്ഷിക്കപ്പെടുവാനല്ല, വരുവാൻ പോകുന്ന മഹാശിക്ഷാവിധിയിൽ നിന്ന് ഈ ലോകത്തെ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കുവാൻ വേണ്ടി മാത്രമാണ് പിതാവായ ദൈവം യേശുവിനെ ലോകത്തിന് നൽകിയത്. ഈ പകൽക്കാലം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ? വിശുദ്ധ വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്ന 1-2 സൂക്തങ്ങൾ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം പേരും കൊമ്പും ശേഷിപ്പിക്കാതെ നിങ്ങളെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിന്റെ കീഴിൽ യഹോവ ശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളോ പുറപ്പെട്ടു തൊഴുത്തിൽ നിന്ന് പക്ഷിക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. വിശുദ്ധ ദാനിയേൽ പ്രവാചകൻ ക്രിസ്തുയേശുവിന് 400 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എന്നാൽ വിശുദ്ധന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും ശോഭിക്കും. ഞങ്ങളുടെ മുമ്പിൽ സമയം പരിമിതമാകിയാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ലിഖിതങ്ങൾ ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുമ്പോൾ അതൊരു മതഗ്രന്ഥമല്ല, രണ്ടാമത് മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് നടത്തിയ കണ്ടുപിടുത്തങ്ങളുമല്ല. വിശുദ്ധ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി കാലം കഴിഞ്ഞ് ഇന്ന് വരെയും കടന്നു വന്ന് ലോകം ചരിത്ര സംഭവങ്ങളെ മുഴുവനും വിശദീകരിച്ച് ലോക എപ്രകാരം ഇവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് സത്യമായി തിരുവെഴുത്തുകളൻ പ്രകാരം നിവർത്തിച്ചിരിക്കുന്ന ഏക സത്യ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അത് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളല്ല, മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് കണ്ടുപിടുത്തമല്ല, ക്രിസ്ത്യാനിയുടെ ഒരു മതഗ്രന്ഥവുമല്ല. ഈ പകൽക്കാലം വിശുദ്ധ വേദപുസ്തകം വാങ്ങി വായിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തു രാജാതിരാജാവും കർത്താതി കർത്താവുമായി വേഗം വരുന്നു. താങ്കളുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് വയ്യ സമയത്ത് ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു രാജാതിരാജാവും കർത്താതി കർത്താവുമായി വേഗം വരുന്നു. താങ്കളുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ നിങ്ങളായി ഞങ്ങളെ കേട്ട എല്ലാ നല്ലവരായ ദേശനിവാസികളെ ഓർത്ത് പരിശുദ്ധരായ ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിനെന്ന ദൈവത്തിൻ്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ഈ ദേശത്ത് കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം ഉച്ചസ്ഥലം ഘോഷിക്കുവാൻ തക്കവിധം കർത്താവെ അവിടുന്ന് നൽകിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മതത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, ആചാരാനുഷ്ഠാനങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് ജീവനുള്ള ദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ ആയിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത പ്രാപിക്കുവാൻ ഞങ്ങളെ ശ്രമിച്ച നല്ലവരായ എല്ലാ ദേശനിവാസികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ ദേശത്ത് അങ്ങേ ദാസനിലൂടെ അവിടുന്ന് അരുളി ചെയ്ത സത്യവചനം ജനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകട്ടെ. അത് പാഴായി പോകുവാൻ ഒരിക്കലും അവിടുന്ന് അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.